ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ 2025-26 വർഷത്തെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണ്ട 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു സർക്കിള്, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലൊരു പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഇൻ ദ ഫിഗർ എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. ഒരു സർക്കിള് 3 ഈക്വൽ പാർട്സ് ആയിട്ട്, തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് പിക്ചറിലുള്ളത്. ബൈ ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെന്റ്സ് ദ ഷെയ്ഡഡ് പാർട്ട്. ഇതിൽ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ എന്താണ്, അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മക്കളെ? 3 പാർട്സിൽ 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ 1/3. ഓക്കെ, 3യിൽ ഒരു ഭാഗമാണ്. സോ അതാണ് 1/3. ബി, ഡ്രോ എ റെക്ടാംഗിൾ ആസ് ഷോൺ ബിലോ ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് 3/8 പാർട്ട്. താഴെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു റെക്ടാംഗിൾ വരയ്ക്കുക, അതിന് തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ 3/8 പാർട്ട് ഷെയർ ചെയ്യുക. സോ നമ്മൾ റെക്ടാംഗിളിനെ 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ 1 2 3 കോളംസ് മാത്രം ഷെയ്ഡ് ചെയ്താൽ ആൻസർ ആയി. ഇതിലെ ക്വസ്റ്റ്യൻ സി, റൈറ്റ് അനദർ ഫ്രാക്ഷൻ ഈക്വൽ ടു 1/8. 1/8ന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ്. 1/8ന്റെ ഏത് മൾട്ടിപ്ലിക്കേഷൻ എഴുതിയാലും നമുക്ക് പറ്റും. അതായത് 2/16 പറ്റും, അല്ലെങ്കിൽ 3/24 പറ്റും, 4/32 പറ്റും. ഓക്കെ, അങ്ങനെ ഏതും പറ്റും. ക്വസ്റ്റ്യൻ ഡി, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പിക്ചേഴ്സ് 1/4 പാർട്ട് ഈസ് ഷെയ്ഡഡ്. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ 1/4 പാർട്ട് ഷെയ്ഡ് ചെയ്തത് ഏത് പിക്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കൂ, നമുക്ക് എല്ലാത്തിലും ഒരു സർക്കിളിന് ഈക്വൽ ആയിട്ടുള്ള എത്ര പാർട്സ് ആണ് ഉള്ളത്? ആദ്യത്തെ പിക്ചറിൽ 12 ഈക്വൽ പാർട്സ് ഉണ്ട്, അതിൽ 3 പാർട്സിന് ഷെയ്ഡ് ചെയ്തു, അതായത് 3/12 എന്ന് എഴുതാം. രണ്ടാമത്തേത് 12 പാർട്സിൽ 5 പാർട്സിന് ഷെയ്ഡ് ചെയ്തു, സോ 5/12 എന്ന് എഴുതാം. മൂന്നാമത്തേത് ആകെ 11 പാർട്സ് ആണുള്ളത്, അതിൽ 1 2 3 4 5 6 7 8 പാർട്സ് ഷെയ്ഡ് ചെയ്തു, സോ 8/11 എന്ന് എഴുതാം. അവസാനത്തേത് 11 പാർട്സിൽ 4 ഷെയ്ഡ് ചെയ്തു, സോ അതിന് നമുക്ക് 4/11 എന്ന് എഴുതാം. ഇതിൽ 1/4 വരുന്നത് എങ്ങനെയാണ്? 3/12 ആണല്ലേ. 3/12നെ നമുക്ക് ചെറുതാക്കിയിട്ട് എങ്ങനെ എഴുതാം? 2/8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/4 എന്ന് എഴുതാം. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ക്വസ്റ്റ്യൻ 2 ഹാസ് 2 പാർട്സ്, 2A and 2B. ആൻസർ എനി 2Aയും 2Bയും രണ്ട് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും എഴുതിയാൽ മതി. 2A നോക്കൂ. Anu had her father left home at 8:30 a.m. and reached the railway station at 10:45 a.m. അനുവിന്റെ അച്ഛൻ, അനുവും അച്ഛനും, അനു ആൻഡ് ഹെർ ഫാദർ എന്നാണ്. അനുവും അച്ഛനും കൂടെ 8:30 a.m. രാവിലെ 8:30 പുറപ്പെട്ടു. മോർണിംഗ്, അതുപോലെ രാവിലെ 10:45 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ക്വസ്റ്റ്യൻ എ, ഹൗ മച്ച് ടൈം ഡിഡ് ദേ ടേക്ക് ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹോം. വീട്ടിൽ നിന്ന് എത്ര സമയം എടുത്താണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്? സോ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? 8:30 മുതൽ 9:30 വരെ, അല്ലെങ്കിൽ 10:30 വരെ എത്രയുണ്ട്? 9:30 വരെ 1 hour, 10:30 വരെ 2 hours. 2 hours ഉണ്ട്. പിന്നെ 10:30 മുതൽ 10:45 വരെ എത്ര സമയമുണ്ട്? 15 minutes ആണല്ലേ ഉള്ളത്. സോ ടോട്ടൽ 2 hours 15 minutes ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ബി, they boarded the train at 11 a.m. and reached തിരുവനന്തപുരം at 12:30 that night. If so, what is the time taken for the train journey? അവർ 11 മണിക്ക് ട്രെയിൻ എടുത്തു, രാത്രി 12:30 അവിടെ ട്രിവാൻഡ്രത്ത് എത്തി. അങ്ങനെയാണെങ്കിൽ അവർ യാത്രയ്ക്ക് ടോട്ടൽ എത്ര സമയം എടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? 11 AM മുതൽ 12 PM വരെ എത്ര സമയമുണ്ട്? 1 hour ആണല്ലേ ഉള്ളത്. പിന്നെ 12 PM മുതൽ അന്നേ ദിവസം രാത്രി 12:30 വരെ, അന്നേ ദിവസം രാത്രി 12 AM വരെ എത്രയുണ്ട്? 12 hours ഉണ്ട്. സോ 1 + 12 ടോട്ടൽ 13 hours ആയി. പിന്നെ 12 AM മുതൽ 12:30 AM വരെ എത്ര സമയമുണ്ട്? അന്ന് രാത്രി എന്ന് പറയുമ്പോൾ AM അല്ലേ. 12:30 വരെ 30 minutes ആണുള്ളത്. സോ ടോട്ടൽ ടൈം ടേക്കൺ എത്രയാണ്? 13 hour 30 minutes. ക്വസ്റ്റ്യൻ സി, ഹൗ ലോങ് ഡിഡ് ദേ ടേക്ക് ടു റീച്ച് തിരുവനന്തപുരം ഫ്രം ഹോം. അവർ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ ആകെ എത്ര സമയം എടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. സോ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ വരെ എത്താൻ 2 hours 15 minutes എടുത്തു. അതായത് ഫ്രം 8:30 to 10:45 എന്ന് പറയുന്നതാണ് എന്ത്? 2 hours 15 minutes. പിന്നെ അവിടെ നിന്ന് 10:45 എത്തിയിട്ട് 11 AM ട്രെയിൻ എടുത്തത്.
സോ ഫ്രം 10:45 to 11 AM എത്രയാണ് 15 മിനിറ്റ്സ് കൂടെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് 11 AM to 12:30 AM വരെ എത്രയുണ്ട് 13 hour 30 minutes ആണ് ഉള്ളത്. സോ ടോട്ടൽ എത്രയാണ് 2 hours 15 minutes പ്ലസ് 15 minutes പ്ലസ് 13 hour 30 minutes. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും 2 hour പ്ലസ് 13 hour എന്ന് പറയുന്നത് എത്രയാണ് 2 plus 13 15 ആണ് 15 hours. പിന്നെ 15 minutes പ്ലസ് 15 minutes പ്ലസ് 30 minutes 15 plus 50 30 ആണ് 30 plus 30 1 hour ആണ്. സോ ടോട്ടൽ 15 hour പ്ലസ് 1 hour ടോട്ടൽ 16 hours ആണ് അവര് എടുത്തത്. ക്വസ്റ്റ്യൻ ഡി വിച്ച് ഈസ് ഈക്വൽ ടു 1/4 hours 2 quarter hours എന്നും പറയാം കേട്ടോ. അത് എത്രയാണ് ടൈം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കൂ. 2 hours 75 minutes എന്ന് പറയുമ്പോൾ എത്രയാണ് 2 hour പ്ലസ് 75നെ നമുക്ക് 1 hour 15 minutes എന്ന് എഴുതാം. സോ 3 hours ആവും. അപ്പൊ അതല്ല. പിന്നെ 225 minutes അങ്ങനെ പറയുമ്പോൾ 60 minutes ആണ് 1 hour. സോ 122 hours ആണ് 183 hours ആണ്. സോ അതും 225 എന്ന് പറയുമ്പോൾ 3 hours-ലേക്കാൾ അധികം ഉണ്ടായിരിക്കും. ബി നോക്കൂ 135 minutes. സോ 160 minutes എന്ന് പറയുമ്പോൾ 1 hour 120 minutes എന്ന് പറയുമ്പോൾ 2 hours ബാക്കി 15 minutes കൂടെ ഉണ്ട് അല്ലേ. സോ 2 hours 15 minutes അത് തന്നെയാണല്ലേ 2 quarter hours എന്ന് പറയുന്നത്. സോ ആൻസർ ഈ ബി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇ നോക്കൂ. അനു reached the examination hall at 1:20. She left the hall after 2 hours and 25 minutes. Till what time Anu was in examination hall? അനു 1:20 ആയപ്പോൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി. അവിടെ നിന്ന് 2 hours 25 minutes ആയപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെയാണെങ്കിൽ അനു പുറത്തിറങ്ങിയ ടൈം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഈ 120ലേക്ക് ഈ 2 hour 25 ആഡ് ചെയ്യുമ്പോൾ എത്ര സമയമാവും എന്ന് നോക്കിയാൽ മതി അല്ലേ. 1 hour 20 minutes-ലേക്ക് 2 hour ആഡ് ചെയ്താൽ എത്രയായി 220 320 ആയി. പിന്നെ ഈ 320ലേക്ക് 25 minutes കൂടെ ആഡ് ചെയ്യണം. അതായത് 20 minutes പ്ലസ് 25 minutes ആഡ് ചെയ്യണം. സോ എത്രയായി മക്കളെ 20 പ്ലസ് 25 45 ആണ്. സോ 345 ആണ് ആൻസർ. ഇനി നമുക്ക് ഇതിലെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. 2B അതിൽ എ ക്വസ്റ്റ്യൻ ദ ക്ലോക്ക് ഷോസ് 3 different times in the morning. If you arrange these clocks according to time, which clock will come last? എന്താ ചോദിച്ചിട്ടുള്ള മക്കളെ. രാവിലത്തെ ഓരോ സമയങ്ങളാണ് തന്നിട്ടുള്ളത് 3 ക്ലോക്കിലും. നമ്മൾ ഈ ക്ലോക്കുകളെ സമയത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ അവസാനം വരുന്ന ക്ലോക്ക് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നോക്കൂ 8:15 ആണ് അല്ലേ. ആൻസർ 8:15 ആണ്. അവർ ഹാൻഡ് 8ന് നേരെയും മിനിറ്റ് ഹാൻഡ് 3ക്ക് നേരെയുമാണ്. സോ 8:15. സെക്കൻഡ് അവർ ഹാൻഡ് 10നും 11നും ഇടയിലും മിനിറ്റ് ഹാൻഡ് 6ന് നേരെയും. സോ 10:30 ആണ് ആൻസർ. തേർഡ് അവർ ഹാൻഡ് 6നും 7നും ഇടയിലും മിനിറ്റ് ഹാൻഡ് 9ന് നേരെയും. സോ 6:45 ആണ് ആൻസർ. ഓക്കെ അല്ലേ. ആണ് ഓക്കെ. സോ ഇതിൽ അവസാനം വരുന്നത് എന്താണ് 8:15 10:30 8:45 2 ആണ് ആൻസർ. 10:30 അല്ലേ അവസാനം വരുന്ന സമയം. സോ 2 ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഇനി ബി വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്ലോക്സ്. ഫസ്റ്റ് ക്ലോക്കും തേർഡ് ക്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ മക്കളെ. ഫസ്റ്റ് ക്ലോക്കിലെ ടൈം 8:15 ആണ്. സെക്കൻഡ് ക്ലോക്കിലെ ടൈം 6:45 ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ 6:45 നിന്ന് 6:45ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 8:15 ആവുക എന്ന് നോക്കണം. അല്ലെങ്കിൽ 8:15 നിന്ന് 6:45 മൈനസ് ചെയ്യണം. 6:45ലേക്ക് 1 hour കൂടെ നമ്മൾ ആഡ് ചെയ്താൽ 7:45 ആയി. 7:45ലേക്ക് 30 minutes കൂടെ ആഡ് ചെയ്താൽ 8:15 ആയി. സോ 1 hour 30 minutes ആണ് ഡിഫറൻസ്. ഇതിലെ സി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ. 150 minutes 150 minutes എന്ന് പറയുന്നത് 150 minutes എന്ന് പറയുന്നത് എത്ര അവേഴ്സ് ആണ്. നമുക്കറിയാം 60 minutes എന്ന് വെച്ചാൽ 1 hour. സോ 2 hours എന്ന് പറയുമ്പോൾ 60 + 60 120 minutes ആയി. പിന്നെ അതിലേക്ക് 30 minutes കൂടെ ആഡ് ചെയ്താൽ 150 ആയി അല്ലേ. സോ 2 hours 50 minutes അല്ലെങ്കിൽ 2.5 hours ആണ്. അടുത്തത് 8 minutes. 8 minutes എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ്സ് ആണ്. 1 minute എന്ന് വെച്ചാൽ 60 seconds ആണ്. സോ 8 minutes എന്ന് പറയുമ്പോൾ 8 into 60 6 into 8 എന്ന് വെച്ചാൽ 48. അതിലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 480 seconds. ഇതിലെ സി ക്വസ്റ്റ്യൻ എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഇസ് ഗിവൺ ബിലോ. ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ. സ്റ്റേറ്റ്മെന്റ്
1 hour is 60 into 60 seconds. 1 hour എന്ന് പറയുമ്പോൾ 60 into 60 seconds ആണ്. Reason 1 hour is 16 minutes, 1 minute is 60 seconds. Which of the following is correct? The statement is correct and the reason is false. The reason is correct and the statement is false. C, the statement and reason are correct. D, the statement and reason are false. ഇതിൽ C ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം 1 hour എന്ന് പറയുമ്പോൾ 60 minutes ആണ്, 1 minute എന്ന് പറയുമ്പോൾ 60 seconds ആണ്. സോ 1 hour എന്ന് പറയുന്നത് എന്താണ്? ഈ 60 സെക്കൻഡ്സും ഇൻറ്റു 60 മിനിറ്റ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 60 into 60 ആണ് 1 hour. ഇതിലെ 3 ക്വസ്റ്റ്യൻ. Question A, if 23 pens are packed in packets of E4 each, how many packets of pens will be there? How many pens will be left? ഒരു 23 പെൻസ് നമ്മൾ 4 എണ്ണം വീതമായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പാക്കറ്റിൽ നമുക്ക് പെന്ന് നിറയ്ക്കാൻ പറ്റും, എത്ര എണ്ണം ബാക്കി വരും എന്നാണ് ക്വസ്റ്റ്യൻ. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻസ് എടുത്ത് നോക്കിയാൽ മതി അല്ലേ. 4 into 1 into 4, 4, 2 into 4, 8 അങ്ങനെ വന്ന് 5 into 4 എന്താണ്? 20 ആണ്. അപ്പോൾ 20 പാക്കറ്റ്സ് നമുക്ക് നിറയ്ക്കാം. ബാക്കി 20ലേക്ക് 3, 23 minus 3, ബാലൻസ് 3 പെൻസ് കൂടെ ഉണ്ടാവും. ബി, റൈറ്റ് അനദർ ഫ്രാക്ഷണൽ ഫോം ഓഫ് 1 3/4. 1 3/4 എന്നതിന്റെ അനദർ മറ്റൊരു ഫ്രാക്ഷണൽ ഫോം എഴുതണം. 7/4 ആണ് അതിന്റെ മറ്റൊരു ഫ്രാക്ഷണൽ ഫോം. അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള 14/8 എഴുതാം, 21/12 എഴുതാം, അതൊക്കെ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ സി, സം ഫ്രാക്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ഫസ്റ്റ് കോളം ആൻഡ് ദെയർ അനദർ ഫോം ഈസ് ഇൻ ദ സെക്കൻഡ് കോളം. ഫസ്റ്റ് കോളത്തിൽ ചില ഫ്രാക്ഷൻ ഫോംസും അതുപോലെ അതിന്റെ ചില ഇത് നമുക്ക് സെക്കൻഡ് കോളത്തിലും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രോം ദ ഫോളോയിങ്. അത് ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത്? നമുക്ക് കോളത്തിൽ എന്താണ് ഓപ്ഷൻ എടുത്ത് എഴുതണം. നോക്കൂ, ഇതിൽ A 4/3, 5/3, 7/3 അതാണ് ഫസ്റ്റ് കോളത്തിൽ. പിന്നെ 1 2/3, 2 1/3, 1 1/3 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാ മക്കളെ ഈ ഫ്രാക്ഷണൽ ഫോം വരിക? ഈ 4/3 എന്ന് പറയുന്നത് നമ്മളുടെ 1 1/3ക്ക് ഈക്വൽ ആണ്. 5/3 എന്ന് പറയുന്നത് 1 2/3ക്ക് ഈക്വൽ ആണ്. 7/3 എന്ന് പറയുന്നത് 2 1/3ക്ക് ഈക്വൽ ആണ്. ഈ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് മക്കളെ? സി ആണ്, ഓപ്ഷൻ സിയിലാണ് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിലെ ഡി ക്വസ്റ്റ്യൻ, 5 liters of milk is divided equally into 4 bottles. How many liters of milk is there in a bottle? 5 ലിറ്റർ മിൽക്ക് 4 ബോട്ടിലിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലും എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഉണ്ടാവും മക്കളെ? 5/4 liters ഓഫ് മിൽക്ക് ഉണ്ടായിരിക്കും. ഇനി 4th ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എയും ബിയും പാർട്ടുണ്ട് കേട്ടോ. അതിൽ എ നോക്കാം. ഫസ്റ്റ് വൺ, ദ ഹൈറ്റ് ഓഫ് മീനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ. മീനുവിന്റെയും ഫ്രണ്ട്സിന്റെയും ഹൈറ്റ് നമുക്ക് താഴെ ടേബിളിൽ തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തേത് മീനു ആണ്. ഹൈറ്റ് 150 സെന്റിമീറ്റേഴ്സ് ആണ്. അതിന്റെ ഫ്രാക്ഷണൽ ഫോമിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്? 150/100 മീറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡെസിമൽ ഫോമിൽ 1.50 മീറ്റേഴ്സ് എന്ന് എഴുതാം. ഇനി ഗോപുവിൻ്റെത് 147 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഫ്രാക്ഷണൽ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 147/100 എന്ന് എഴുതാം. അതുപോലെ ഡെസിമൽ ഫോമിൽ 1.47 മീറ്റേഴ്സ് എന്ന് എഴുതാം. ബെന്നിയുടേത് നമുക്ക് ഡെസിമൽ ഫോം തന്നിട്ടുണ്ട്, 1.25 മീറ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഫ്രാക്ഷണൽ ഫോം എങ്ങനെ വരും? 125/100 മീറ്റേഴ്സ്. ഹൈറ്റ് 125 സെന്റിമീറ്റേഴ്സ്. Question B, which of the following statements are correct about 17 centimeters? 17 centimeters എന്നതിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ക്വസ്റ്റ്യൻ? 17/100 centimeters, 17/100 meters, 1.7 meters, 0.17 meters. അപ്പൊ ഇതിൽ ഓപ്ഷൻസ് 1 and 2 കറക്റ്റ്, 2 and 4 are correct, 1 and 4 are correct, 2 and 3 are correct. ഇതിൽ 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 17 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഒന്നുകിൽ 1.4 മീറ്റേഴ്സ് എന്ന് നമുക്ക് പറയാം, അതല്ലെങ്കിൽ 0.17 മീറ്റേഴ്സ് എന്നും പറയാം. ഇതിലെ 4B പാർട്ട് നോക്കാം. എ, റൈറ്റ് 1 meter 46 centimeters, 3 millimeters in fractional and decimal form in meters. 1 meter 46 centimeter, 3 millimeter എന്നുള്ളത് ഒരു അളവാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫ്രാക്ഷണൽ ഫോമിലും ഡെസിമൽ ഫോമിലും എഴുതണം. ഫ്രാക്ഷണൽ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 463/1000 എന്ന് എഴുതാം. ഡെസിമൽ ഫോമിൽ 1.463 എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദിസ് ഇൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സ്. ഇതിനെ സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലേക്കും ആക്കി മാറ്റി എഴുതണം.
നമുക്ക് 1 മീറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം 100 ആണ് അല്ലെ, 100 സെന്റിമീറ്റർ ആണ്. സോ അതിനെ നമുക്ക് 146 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്ന് എഴുതാം. ഇനി സി, വാട്ട് ഈസ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 1.46 മീറ്റേഴ്സ്? 1.46 മീറ്ററിന്റെ ഫ്രാക്ഷണൽ ഫോം എന്താണ്? സിമ്പിൾ ആണ്, 146/100 എന്നതാണ്. അതായത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ ഡി, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1 മീറ്റർ ആൻഡ് 50 ഓഫ് 100 പാർട്സ്. 1 മീറ്റർ 50, അതായത് 100 പാർട്സ് ഓഫ് 50, മീറ്ററിന്റെ 100 പാർട്സ് ഓഫ് 50 ആയിട്ട് ഉള്ളതിനെ, ആ അളവിനെ അതിന്റെ മീറ്റേഴ്സിലുള്ള ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ്, 1.50 മീറ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നും, പക്ഷെ സിമ്പിൾ ആണ്, 1.50 മീറ്റേഴ്സ് ആണ് ആൻസർ. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എ, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 17 സെന്റിമീറ്റേഴ്സ്. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 17 സെന്റിമീറ്റേഴ്സ് ആണ്. ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയേഴ്സ് ഇൻ സെന്റിമീറ്റേഴ്സ്. അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് സെന്റിമീറ്റേഴ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്വയർ ആണ്, സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണല്ലേ. അപ്പൊ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ് ആണ് വരിക, ഒരു സൈഡ് അതിന്റെ ഇൻറ്റു 4. അപ്പൊ ഇവിടെ എല്ലാം കൂടെ അങ്ങനെ ചെയ്യുമ്പോൾ 17 സെന്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഒരു സൈഡ് എത്രയായിരിക്കും? 17 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. 17 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നോ അതാണ് ഒരു സൈഡ് ഉള്ളത്. ക്വസ്റ്റ്യൻ ബി, ഇഫ് 21 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 5 പീപ്പിൾ. 21 ലിറ്റർ മിൽക്ക് 5 ആളുകൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വുഡ് ഈച്ച് പേഴ്സൺ ഗെറ്റ്? ഓരോ ആൾക്കും എത്ര മിൽക്ക് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, 21/5 ലിറ്റർ ആണ് കിട്ടുക. ക്വസ്റ്റ്യൻ സി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് 2.5 മീറ്റേഴ്സ്? 2.5 മീറ്റേഴ്സിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. എ, 2 meters and half of 1 meter, 1 meter and half of 2 meters, 1 meter and half of 1 meter, half of 4 half meters. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് 2 പിന്നെ 1 മീറ്ററിന്റെ ഹാഫ് അല്ലേ. അപ്പൊ 2 and half of 1 meter, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ ഡി, ടു ഗെറ്റ് 3/4 പാർട്ട് ഓഫ് എ കേക്ക്, one of how many parts should be taken if 3 such cakes are divided? ഒരു കേക്കിന്റെ 3/4 പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര 3 കേക്കുകളുടെ ഒരുപോലെയുള്ള 3 കേക്കുകളുടെ എത്ര പാർട്സ് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര പാർട്സ് എടുക്കേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള 3 കേക്കുകൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കേക്കിനെ 4 ഈക്വൽ പാർട്സ് ആക്കുക, രണ്ടാമത്തെ കേക്കിനെയും 4 ഈക്വൽ പാർട്സ് ആക്കുക, മൂന്നാമത്തെയും 4 ഈക്വൽ പാർട്സ് ആക്കുക. ക്വസ്റ്റ്യൻ 6 നോക്കൂ. 25 into 14 equal to 350. ക്വസ്റ്റ്യൻ എ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 25 into 50? എത്രയാണ് മക്കളെ? 25 into 50ക്ക് 15 ഈക്വൽ ആയത് 25 into 14 എന്ന് വെച്ചാൽ 340 ആണ്. 350 ആണ്. അപ്പൊ 25 into 15 എന്ന് പറയുമ്പോൾ ഈ 350യിലേക്ക് ഒരു 25 കൂടെ ആഡ് ചെയ്താൽ പോരെ? യെസ്, 350 പ്ലസ് 25, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Question B, if 1116 pens are packed in packs of 12 each, how many packets of pen will be there? 1116 പെൻസിനെ 12 പാക്കറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ പാക്കറ്റിലും എത്ര പെൻ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കാണാൻ ഈ 1116നെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 93 ആണ്. ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് 84 divided by 7 by writing it in the spaces given below. 84 divided by 7നെ നമ്മൾ താഴെ കാണുന്ന കോളത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എഴുതണം. എങ്ങനെയാണ് എഴുതുക മക്കളെ? 84 divided by 7, അതിൽ എത്ര 10 ഉണ്ട് മക്കളെ? 10നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 70 ആണ്. അതായത് 10 into 7 70 ആണ്. പിന്നെ 84 minus 70 ചെയ്യണം, ഈക്വൽ ടു 14 ആണ്. 14 7 വെച്ച് ഡിവൈഡ് ചെയ്ത് 14 എത്ര 7 പോകുന്നു? 2 ആണല്ലേ. അപ്പൊ 2 ആണ്. 2 into 7 14 ആണ്. റിമൈൻഡർ 0 വരുന്നു. സോ 84/7 is equal to 10 plus 2 12 ആണ് ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അപ്പൊ മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്